നമ്മൾ വീട്ടിൽ ബണ്ണൊക്കെ വാങ്ങൂലേ, ആ സമയത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം ട്രൈ ചെയ്താലേ പിന്നെ നമ്മളത് പതിവാക്കിയോളും. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തവ ബർഗർ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ. സാധാരണ ബർഗറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ ഇതിന് തരുന്നത്. നല്ല സ്പൈസും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനേ ഒലീവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, 1 ടേബിൾ സ്പൂണോളം. നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതോ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു സവാള ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്പൈസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കളറിലുള്ള ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ. ഒരു ചെറിയ ക്യാരറ്റും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. ടൊമാറ്റോ സോസ് അല്ല. പ്യൂരി ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി നല്ല പോലെ അരച്ചിട്ടേ ഒന്നൊന്ന് സോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്താലും മതി. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചീസാണ്. ഞാനിവിടെ മൊസറല്ലയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെഡാറോ അതല്ലെങ്കിൽ മൊസറല്ല ഏതാ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബണ്ണ് വേണമല്ലോ. അപ്പോൾ ബർഗർ ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതൊരു 4 എണ്ണമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, നടുക്കങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഞാൻ 2 സ്പൂൺ വീതം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് ഇതിനെ നമ്മൾ ഒന്നുകൂടെ സ്പൈസി ആക്കി എടുക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നല്ല പോലെ നമുക്ക് സ്പൈസി ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറും ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ മാത്രം നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ പ്യൂരി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂണും കൂടെ നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടേ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു എണ്ണയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബർഗർ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ആദ്യം നമ്മളൊന്ന് ഈ ഒരു സ്പൈസ് ഉണ്ടല്ലോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒന്ന് ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 ഭാഗം ഇതിലങ്ങ് കവർ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ വെച്ചോളൂ കേട്ടോ. കാരണം അത് നല്ല പോലെ ടേസ്റ്റാണ് നമ്മളിങ്ങനെ തവയിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ 2 ഭാഗവും നല്ല പോലെ ആ സ്പൈസൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിക്ക് അങ്ങ് ആക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ നല്ല അടിപൊളി തവ ബർഗറാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലേ നിങ്ങൾക്കിതിങ്ങനെ എരിവ് കുറക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് എരിവ് ഒന്ന് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതേ നല്ല എരിവിലങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മോനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.